ജീവിതത്തിൽ നടന്ന കഥയാണ്. മാനസിക രോഗം ഒരു ഭൂതബാധയല്ല. സ്കിസോഫ്രേനിയ ബാധിതനായ സ്വന്തം ഭർത്താവിനെ ഒരു കുഞ്ഞിനെപ്പോലെ 12 വർഷമായി പരിപാലിക്കുന്ന ശ്രീഗീതയുടെ ജീവിതത്തെക്കുറിച്ചറിയുകയും അവർക്കു ലഭിച്ച ഈസ്റ്റേൺ ഭൂമിക പുരസ്കാരത്തെയും കുറിച്ച് വായിക്കുകയും ചെയ്തപ്പോൾ എന്റെ കണ്ണുകൾ അറിയാതെ നനഞ്ഞു. 7 വർഷം മുന്നേ വിട പറഞ്ഞ എന്റെ അമ്മച്ചിയെ ഞാനോർത്തു. ആ അമ്മച്ചിക്കായി, തന്റെ ഭാര്യയ്ക്കായി ഒരു പുരുഷായുസ്സിന്റെ വലിയൊരു ഭാഗം ത്യജിച്ച എന്റെ അച്ഛനെന്ന അഴലിന്റെ മഹാസമുദ്രത്തെ, പതറാതെ വീഴാതെ നീണ്ട 32 വർഷം പിടിച്ചുനിന്ന മഹാമേരുവിനെ ഞാൻ മനസ്സാ സാഷ്ടാംഗം പ്രണമിച്ചു. 1977-ലായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും വിവാഹം. ഇരുവരുടെയും കുടുംബങ്ങൾ അതാതു നാട്ടിലെ പ്രാമാണികർ. സ്വന്തം പ്രയത്നത്താൽ നിർമ്മിച്ചെടുത്ത കച്ചവട സ്ഥാപനമായിരുന്നു അച്ഛന്റെ കൈമുതൽ. അങ്ങനെ കഴിഞ്ഞു വരവെയാണ് തൊട്ടടുത്ത വർഷം ഏകമകനായ ഞാൻ ജനിക്കുന്നത്. എനിക്ക് 4 വയസ്സായ സമയത്താണ് അമ്മച്ചിയുടെ പെരുമാറ്റത്തിലും വാക്കിലും അസ്വാഭാവികത കണ്ടു തുടങ്ങിയത്. എപ്പോഴും ശാന്തയും സ്നേഹമേയുമായിരുന്ന അമ്മച്ചി ചിലപ്പോഴൊക്കെ മറ്റാരോ ആയി മാറുന്ന പോലെ. ഉറക്കം നന്നേ കുറഞ്ഞു. കണ്ണുകളിലും വാക്കുകളിലും ഭീതി. എപ്പോഴും ആരോ പിന്തുടരുന്നു എന്ന തോന്നൽ. ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനോടായി ഏറ്റവും ദേഷ്യം. സാധാരണ നിലയിലേക്കെത്തുമ്പോൾ തന്റെ പെരുമാറ്റത്തിന് അച്ഛനോട് മാപ്പു പറയും. എത്ര വയലന്റായ സമയത്തു പോലും കുഞ്ഞായ എന്നോട് വലിയ സ്നേഹമായിരുന്നു. തുടക്കത്തിൽ ഇതെന്താണെന്നറിയാതെ അച്ഛൻ പകച്ചു. നാട്ടിലുള്ള വൈദ്യന്മാരെയെല്ലാം കാണിച്ചു. അവരുടെ മരുന്നുകൾക്കൊന്നും അമ്മച്ചിയുടെ മനസ്സിന്റെ വിഹ്വലതകളെ നിയന്ത്രിക്കാനായില്ല. മാത്രമല്ല, ഓരോ ദിവസം ചെല്ലുന്തോറും അമ്മച്ചി വളരെ അക്രമ സ്വഭാവം കാട്ടിത്തുടങ്ങി. ഒടുവിൽ അച്ഛന്റെ ജീവൻ നഷ്ടപ്പെടും എന്നിടം വരെയെത്തി. അപ്പോഴും തന്റെയുള്ളിലെ തേങ്ങലുകളക്കി കരഞ്ഞു കലങ്ങിയ എന്റെ മുഖം അച്ഛൻ തന്റെ നെഞ്ചോട് ചേർത്തു. മനസ്സില്ലാ മനസ്സോടെ വിറയ്ക്കുന്ന കൈകളോടെ അച്ഛൻ അമ്മയുടെ കാലുകളിൽ ചങ്ങലേറ്റു. കഴുത്തിൽ താലി ചാർത്തിയ കൈകളാൽ തന്നെ. അമ്മച്ചി ശാന്തയായി, നിർവികാരയായി, ഒന്നുമറിയാതെ അപ്പോൾ മറ്റൊരു ലോകത്തായിരുന്നു. ചികിത്സയുടെ ഭാഗമായി തെങ്ങിൻ തടിക്കിടയിൽ കാലുകൾ ബന്ധിക്കപ്പെട്ടപ്പോഴും അമ്മച്ചി കരഞ്ഞില്ല. ഒരിക്കൽ മരുന്നു വാങ്ങാൻ പോയ അച്ഛൻ രാത്രി വൈകിയെത്തി വാതിലിൽ മുട്ടിയപ്പോൾ ഞാനുറങ്ങിപ്പോയിരുന്നു. എത്ര വിളിച്ചിട്ടും ഞാനറിഞ്ഞില്ല. ഒടുക്കം അപ്പുറത്തെ മുറിയിൽ നിന്ന് തന്റെ കാലുകളെ ബന്ധിച്ച തെങ്ങിന്റെ ഉരുളും വലിച്ചെത്തി വാതിൽ തുറന്ന അമ്മച്ചിയുടെ മുഖം അച്ഛന്റെ ഓർമ്മയിൽ ഇന്നുമുണ്ട്. എത്രയെത്ര വൈദ്യന്മാർ, എത്രയെത്ര ദേവാലയങ്ങൾ, എത്ര വഴിപാടുകൾ, പ്രാർത്ഥനകൾ. ഒന്നിനും ഉത്തരം തരാനാവാത്ത എത്രയോ വർഷങ്ങൾ. അതിനിടെ ജീവിതം വഴിമാറിപ്പോയി. നേരാം വണ്ണം കൊണ്ടു നടക്കാനാവാതെ വന്നപ്പോൾ 17 വയസ്സിലാരംഭിച്ച അച്ഛന്റെ കച്ചവടം തകർന്നു. സമ്പാദ്യങ്ങൾ എല്ലാം മരുന്നുകൾ കാർന്നു തിന്നു. ഒടുവിൽ എന്റെ വിദ്യാഭ്യാസകാലം സെക്കൻഡറി തലം പിന്നിട്ടപ്പോൾ വീട് അമ്പേ ദരിദ്രമായി. ആഹാരമില്ലെങ്കിലും മരുന്നുകൾ മുടക്കാൻ പാടില്ലെന്ന അവസ്ഥ. പട്ടിണി കിടന്നും മുണ്ടുമുറുക്കിയുടുത്തും അക്കാലത്തും അച്ഛൻ അമ്മച്ചിയുടെ ചികിത്സയും എന്റെ പഠനവും നടത്തി. ഡിഗ്രി ചേർക്കാൻ പണമില്ലാത്ത വന്നപ്പോൾ പണ്ടേ വിറ്റുപോയ 5 പവന്റെ താലിമാലയുടെ ഭാഗമായ അവശേഷിച്ച താലി മിന്ന് കൂടി വിറ്റു. തൊടുപുഴയിലെ പൈങ്കുളത്തെ സേക്രട്ട് ഹാർട്ട് ആശുപത്രിയിലെ വളരെ ചെലവേറിയ ദീർഘകാല ചികിത്സയാണ് അമ്മച്ചിയെ സാധാരണ ജീവിതത്തിലേക്ക് ഏറെ അടുപ്പിച്ചത്. രോഗം സ്കിസോഫ്രേനിയയാണെന്ന് സ്ഥിരീകരിച്ചത് അന്നേരമാണ്. അവിടം വിട്ട ശേഷം ദീർഘകാലം മരുന്നിന്റെ ക്രമപ്പെടുത്തലിൽ ഏറെ മുന്നോട്ടുപോയി. തുടർന്ന് ആലപ്പുഴയിലെ പ്രമുഖ സൈക്യാട്രിസ്റ്റായിരുന്ന ഡോ. ജെയിംസിന്റെ ചികിത്സയിൽ അമ്മച്ചി ഏറെ മെച്ചപ്പെട്ടു. ഏറെ അംഗങ്ങളുള്ള വലിയ 2 കുടുംബങ്ങളിലെ അംഗങ്ങളായിട്ടും അമ്മച്ചിയുടെ അസുഖത്തോടെ ഞങ്ങൾ മൂവരും അനാഥരായി. മനോവ്യാപാരങ്ങളുടെ വിഹ്വല ഭൂമികകളിലൂടെ അമ്മച്ചിയുടെ ചിന്തകൾ ചരടു പൊട്ടിയലഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് അച്ഛൻ എത്രയോ രാവുകളിൽ പൊട്ടിക്കരഞ്ഞു. നാടുറങ്ങിയപ്പോൾ, ദൈവമുറങ്ങിയപ്പോൾ നക്ഷത്രങ്ങൾ പോലും ഞങ്ങൾക്കു നേരെ കണ്ണടച്ചു. അഭയമേതുമില്ലാതെ, ആശ്വാസത്തിനാരുമില്ലാതെ പിന്നെയും കുറേ വർഷങ്ങൾ അവ എങ്ങനെ നീന്തിക്കടന്നു എന്നോർക്കുമ്പോൾ ഇന്നാശ്ചര്യം. രോഗവും ദാരിദ്ര്യവും ചേർന്ന് വരിഞ്ഞു മുറുക്കിയപ്പോഴും അച്ഛൻ എന്റെ പഠനത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല. തനിക്കുള്ളതെല്ലാം ചുരുക്കി ഞങ്ങൾക്കായി കത്തിയെരിഞ്ഞു. ബർക്ക്മൻസിലെ PG കാലത്താണ് ഇസ്താഖ് സാറും ഡെന്നി അച്ഛനും ഞങ്ങൾക്ക് രക്ഷകരായെത്തുന്നത്. രാമരാജവർമ്മ സാറും വേമ അവരും ചേർന്ന് കാഞ്ഞിരപ്പള്ളിയിലെ നല്ല സമറായനിലും സെറനിറ്റി ഹോമിലും അമ്മച്ചിക്ക് പരിചരണമൊരുക്കി.
അങ്ങനെ ഏറെ വർഷത്തെ മരുന്നുകളുമായുള്ള സഹവാസം അവസാനിപ്പിച്ച് 2012 സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ അധ്യാപകനായ മകൻ വിവാഹിതനായ സന്തോഷത്തോടെ, എന്നാൽ തന്റെ പേരക്കിടാവായ നിവേദിതക്കുട്ടിയെ കാണാവാതെ സ്നേഹിക്കാൻ മാത്രമറിഞ്ഞിരുന്ന പരിശുദ്ധയായ, നിഷ്കളങ്കയായ, ദയാവാരിധിയായ എന്റെ പ്രിയപ്പെട്ട അമ്മച്ചി ഞങ്ങളോട് വിട പറഞ്ഞു. ആ അമ്മച്ചിക്കു, എനിക്കും വേണ്ടി സ്വന്തം ജീവനും ജീവിതവും കണ്ണീരും ആത്മാവും തന്ന എന്റെ പ്രിയപ്പെട്ട അച്ഛൻ, അമ്മച്ചിയുടെ പ്രിയപ്പെട്ട അത്തയ്ക്ക് തിരികെ എന്തു നൽകിയാലാണ് മതിയാവുക? ഇതുപോലൊരു മനുഷ്യന്റെ ഭാര്യയായിരിക്കാൻ എന്തു പുണ്യമാവും എന്റെ അമ്മ ചെയ്തിട്ടുണ്ടാവുക? എതു മുജ്ജന്മസുകൃതമാവാം എന്നെ ഈ മനുഷ്യന്റെ മകനാക്കിയത്. മൈക്കിൾ സെബാസ്റ്റ്യൻ.